പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന വിവാദ പരാമർശത്തിൽ മലക്കം മറിഞ്ഞ് CPM നേതാവ് ജി സുധാകരൻ. പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയിട്ടില്ല, താൻ പൊതുവെ പറഞ്ഞതാണ്, ഒപ്പം ലേശം ഭാവനയും കൂട്ടി. പ്രവർത്തകർക്ക് ചെറിയൊരു ജാഗ്രതാ നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്തത്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട്. ആന്റണി, എന്തെല്ലാമാണ് വിവരങ്ങൾ? ായിട്ടും വലിയ ഒരു വിവാദമാണ് ഈ സുധാകരന്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതിൽ ആലപ്പുഴ ജില്ലാ കളക്ടർ പോലീസിന് കേസെടുക്കാൻ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. പോലീസ് അതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടി. അങ്ങനെ വിഷയം വലിയ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ജി സുധാകരൻ തന്നെ ആ പറഞ്ഞത് തിരുത്തി രംഗത്ത് വന്നിരിക്കുന്നത്. താൻ അങ്ങനെ ചെയ്തിട്ടില്ല, അതായത് പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയിട്ടില്ല, തുറന്നു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. താൻ അത് ഭാവന കൂട്ടി പറഞ്ഞതാണ്. ഇന്നലെ ഈ NGO യൂണിയന്റെ പരിപാടിക്ക് പോയ ഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ആവശ്യം അല്ലെങ്കിൽ ആളുകളോട് പറയണം, ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ താൻ ഇത് പറഞ്ഞതാണ് എന്നുള്ളതാണ് പ്രധാനമായും സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ താൻ കുറെ വർഷം MLA ആയിരുന്നു, അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകനായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ പോലും ഒരു കള്ളവോട്ട് പോലും ചെയ്തിട്ടില്ല, ഇത്തരത്തിൽ ബാലറ്റ് പേപ്പർ തിരുത്തിയിട്ടില്ല. താൻ പറഞ്ഞത് മാധ്യമങ്ങൾ പൂർണ്ണമായും കൊടുത്തില്ല എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ജി സുധാകരൻ പറയുന്നത്. എന്തായാലും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം തിരുത്തി പറയുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഇന്നലെ പറഞ്ഞത് NGO യൂണിയന്റെ ഒരു പരിപാടിയിലായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ CPIയുടെ കടക്കരപ്പള്ളി ലോക്കൽ സമ്മേളനത്തിന്റെ വേദിയിലാണ് ഈ പ്രസ്താവനയിൽ നിന്ന് ജി സുധാകരൻ പിന്നോട്ട് പോയിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരാമർശം നടത്തിയതിന് പിന്നാലെ തന്നെ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടർക്ക് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറി അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി FIR ഇടാനുള്ള നിർദ്ദേശമാണ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അമ്പലപ്പുഴ തഹസിൽദാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. അങ്ങനെ അമ്പലപ്പുഴ തഹസിൽദാർ ജി സുധാകരന്റെ വീട്ടിലെത്തി മൊഴി രേഖപ്പെടുത്തി. അതിന് പിന്നാലെ ആലപ്പുഴ ജില്ലാ കളക്ടർ ആലപ്പുഴ സൗത്ത് പോലീസിന് അന്വേഷണത്തിലുള്ള നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണിപ്പോൾ ഈ പരാമർശം പിൻവലിച്ച് ജി സുധാകരൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ വിവാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. കാരണം ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരുന്ന ഒരാൾ തന്നെയാണ് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞത്. ഏതായാലും വിവാദവും അതുപോലെ തന്നെ കേസും അടക്കമുള്ള കാര്യങ്ങൾ വന്നതിന് പിന്നാലെ ഇപ്പോൾ ജി സുധാകരൻ അതിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ്. ശരി, പോസ്റ്റൽ ബാലറ്റ് തിരുത്തിയെന്ന വിവാദ പരാമർശം നടത്തിയതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻമന്ത്രി ജി സുധാകരൻ പരാമർശത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നത്. മലക്കം മറിഞ്ഞിരിക്കുകയാണ്. വിവരങ്ങൾ ആന്റണി ജിസ്റ്റോർജ് ആണ് നൽകിയത്.